ക്രിസ്തുവിൽ എൻ്റെ സ്നേഹിതനായ ബ്രദർ സൈലസ് കെ ദേവസ്യ എഴുതിയ ഒരു അനുഗ്രഹീതമായ ഗാനത്തിൻ്റെ വരികൾ കഴിഞ്ഞ ചില നാളുകളായി ക്രൈസ്തവ ഗോളത്തിൽ അനേകരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ഗാനത്തിൻ്റെ വരികൾ ഇപ്രകാരമാണ്: എൻ്റെ എല്ലാം എല്ലാം നീ. യേശുവാണ് നമ്മുടെ എല്ലാം എല്ലാം, നമ്മുടെ പ്രതീക്ഷയുടെ ഉറപ്പ്, നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം. എല്ലാം യേശുവാണ്. ആ യേശുവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന, ആ യേശുവിൻ്റെ മുഖം കണ്ടുകൊണ്ട്, ആ യേശുവിനെ സ്നേഹിച്ച് ജീവിതത്തിൽ ഓരോ ചുവടും വെക്കുന്ന ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ ധൈര്യത്തോടുകൂടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പാടാൻ കഴിയും: യേശുവേ, അങ്ങാണെൻ്റെ ഉറവിടം, അങ്ങാണെൻ്റെ എല്ലാം എല്ലാം. നമ്മെപ്പോലെ ജീവിതത്തിൽ ദുഃഖവും നിരാശയും ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളും അന്തരീക്ഷങ്ങളും ഒക്കെ നേരിട്ട ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. തൻ്റെ ആയുസ്സിൻ്റെ ഒരു നല്ല ഭാഗം താൻ ജീവനെ സംരക്ഷിക്കേണ്ടതിന് ഓടുകയാണ്. ഗുഹകളിൽ നിന്ന് ഗുഹകളിലേക്ക് ഓടി ഒളിക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭയപ്പെടുത്തുന്ന സന്ദർഭങ്ങളിൽ തൻ്റെ പ്രതീക്ഷ മുഴുവൻ ദൈവമായിരുന്നതുകൊണ്ട് 18-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ദൈവം എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാണ്. ഒരിക്കലും മാറിപ്പോകാത്ത, ഇളക്കം വരാത്ത പാറയ്ക്ക് സമമായി താൻ ദൈവത്തെ കണ്ടു. തൻ്റെ പ്രതീക്ഷയുടെ അടിസ്ഥാനം, തൻ്റെ ഭാവിയുടെ ആ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവമായിരുന്നു. അതുകൊണ്ട് ദാവീദിന് പ്രയാസഘട്ടങ്ങളിൽ ധൈര്യത്തോടെ പറയാൻ കഴിഞ്ഞു: ദൈവം എൻ്റെ സഹായകനാണ്, എൻ്റെ സംരക്ഷകനാണ്, എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാണ്, എൻ്റെ വെളിച്ചമാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, നമുക്കും ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയട്ടെ. ദൈവമാണ് നിങ്ങളുടെ എല്ലാം എല്ലാമെങ്കിൽ ജീവിതത്തിൽ ആരെ എതിർത്താലും, ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലും, രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ പ്രതികൂലമോ എന്തു തന്നെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചാലും ധൈര്യത്തോടെ പറയാൻ കഴിയും: എനിക്കെല്ലാം എല്ലാമായി എൻ്റെ ദൈവമുണ്ട്. എൻ്റെ ആശ്രയമായി, എൻ്റെ കോട്ടയായി, എൻ്റെ പാറയായി എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ തളർന്നു പോകില്ല. ഈ സന്ദേശം നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചന ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. May God bless you.